നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. അല്ലയോ ദുര്യോധന, നീ വിഷമം എന്നോട് വന്ന് പറയുമ്പോ, ഭീഷ്മനോട് വന്ന് പറയുമ്പോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ സവ്യസാചി അർജുനനെ തോൽപ്പിക്കാനാവില്ല എന്ന്. ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം, ഇതൊരു വസ്തുതയാണ്. ഞാൻ അർജുനനോട് നേരിട്ട് നിന്ന് എന്റെ മുഴുവൻ പ്രാഗൽഭ്യമെടുത്ത് പോരാടുന്നത് നീ കണ്ടതല്ലേ. എനിക്ക് അർജുനനെ തടയാനായില്ല, തോൽപ്പിക്കാനായില്ല. ഏതേനൈവാർജുനം ജ്ഞാതും അലം കൗരവ സംയുഗേ. അല്ലയോ കൗരവ ശ്രേഷ്ഠ, നിനക്ക് പച്ചയായ തെളിവുകൾ കൺമുന്നിൽ കിട്ടിയാൽ മാത്രമേ അർജുനൻ അജയ്യനാണ് എന്ന് വിശ്വസിക്കാനാകുന്നു എന്നുണ്ടെങ്കിൽ, ഇതാ എത്രയോ തെളിവുകൾ നിന്റെ കൺമുന്നിൽ വന്നു. ഇതൊന്നു മാത്രം കൊണ്ട് മനസ്സിലാക്കാമല്ലോ, ഈ ലോകത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭീഷ്മനെ അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് അമ്പുകൾ എയ്ത് നിലത്തേക്ക് ഇട്ടല്ലോ. അദ്ദേഹം മരണവും കാത്ത് അവിടെ കിടക്കുന്നു. കാരണം ഉത്തരായനം എത്തണം, അതിനു വേണ്ടിയിട്ട് അപ്പോഴേ മരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ ഭീഷ്മനെ വീഴ്ത്തിയ ആ ഒരൊറ്റ സംഭവം അത് മതിയല്ലോ. ശിഖണ്ഡി ഭീഷ്മന്റെ മുന്നിൽ എത്താതിരിക്കാൻ വേണ്ടി, അല്ലയോ ദുര്യോധന, നീ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ കൗരവ സൈന്യത്തിൽ ആരെല്ലാം നല്ലവണ്ണം കിടഞ്ഞു പരിശ്രമിച്ചു. ശിഖണ്ഡിയെ കണ്ടു കഴിഞ്ഞാൽ ഭീഷ്മൻ വില്ലുവയ്ക്കും. അത് സംഭവിക്കാതിരിക്കാൻ എന്ന് മാത്രം പരിശ്രമം ചെയ്തു. പക്ഷേ അർജുനന്റെ അമ്പുകൾ വന്ന് ആ പരിശ്രമത്തിൽ നിന്നിട്ട് എല്ലാവരെയും തോൽപ്പിച്ചോടിച്ചില്ലേ. ശിഖണ്ഡിക്ക് സംരക്ഷണം ഒരുക്കി ശിഖണ്ഡിയെ ഭീഷ്മന്റെ മുന്നിലെത്തിച്ചത് അർജുനനല്ലേ. ഇത് നേരിട്ട് അറിവുള്ളതാണല്ലോ. ഇനിയെങ്കിലും നിനക്ക് സദ്ബുദ്ധി ഉണ്ടാകട്ടെ, നിന്റെ മനസ്സിന് തെളിഞ്ഞു കിട്ടട്ടെ അർജുനൻ അജയ്യനാണെന്ന്. അവധ്യം നിഹതം ദൃഷ്ട്വാ സംയുഗേ ദേവദാനവൈഹി. ദേവന്മാരും ദാനവന്മാരും ഒരുമിച്ച് ചേർന്ന് അവരുടെ സകല സാമർഥ്യങ്ങളും എടുത്ത് യുദ്ധം ചെയ്താൽ പോലും ഭീഷ്മനെ കൊല്ലാനാവില്ല. അദ്ദേഹം അവധ്യനാണ്. അങ്ങനെയുള്ളതായ ആ ഭീഷ്മനെ എപ്പോഴാണോ അർജുനൻ തന്റെ അമ്പുകൾ കൊണ്ട് ശരശയ്യയിലേക്ക് തള്ളിയിട്ടത്, അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. നിനക്കും അത് തിരിച്ചറിയാൻ സാധിക്കേണ്ടതാണ്. വിവേകമുള്ളവർക്കെല്ലാം അത് മനസ്സിലാക്കാൻ സാധിക്കും. ഭീഷ്മൻ വീണ നിമിഷത്തിൽ ഞാൻ ഉറപ്പിച്ചു, തദൈവാജ്ഞാസിഷമഹം നേയമസ്തീതി ഭാരതി. ഞാൻ അപ്പോ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി കൗരവ സൈന്യം ഈ ഭൂമിയിൽ ഇല്ല എന്ന്. ഇനി ദുര്യോധനന്റെ സൈന്യം ഈ ഭൂമിയിൽ ഇല്ല എന്ന്. ദുര്യോധനന്റെ മുഴുവൻ സൈന്യത്തെയും ഭീമന്റെ ബലത്തോടു കൂടിയിട്ട് അർജുനൻ പൂർണ്ണമായും സംഹരിക്കും. ഭീഷ്മനെ സംഹരിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം നിഷ്പ്രയാസം എന്ന് ഞാൻ അപ്പോൾ ഉറപ്പിച്ചു. അതാണ് ഇപ്പോൾ ഈ ദിവസങ്ങളില് നിന്റെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടന്നിട്ടും നിനക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? യം പുംസാം തൃഷു ലോകേഷു
സർവശൂരമമം സ്മഹി തസ്മിൻ നിപതിതേ ശൂരേ കിം ശേഷം പര്യുപാസ്മഹേ. ഈ ലോകത്തില് 3 ലോകങ്ങളിലും, ഭൂമണ്ഡലത്തിൽ മാത്രമല്ല, അങ്ങ് താഴേക്കുള്ള അതല വിതല സുതലാദികളായി പാതാളം വരെയുള്ള ലോകങ്ങളിലും, പിന്നെ ഉപരിലോകങ്ങളിലും, ഭോർലോക സ്വർലോകാദികളിലും. അതാണല്ലോ 3 ലോകങ്ങൾ. ഭൂമിക്ക് മുകളിലുള്ള ലോകം, ഭൂമി താഴെയുള്ള ലോകങ്ങൾ. ഈ 3 ലോകങ്ങളിലും ആർക്കും ഭീഷ്മനെ പരാജയപ്പെടുത്താനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ 3 ലോകങ്ങളിലും വച്ചിട്ട് എല്ലാ ശൂരന്മാരുടെയും മുകളിലാണ്, മൂർധാഭിഷിക്തനാണ് ഈ ഭീഷ്മൻ എന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളതായ ഭീഷ്മൻ, 3 ലോകത്തിലും അജയ്യനായ ഭീഷ്മൻ, അർജുന ബാണങ്ങളേറ്റിട്ട് നിലത്ത് വീണപ്പോ, അല്ലയോ ദുര്യോധന, നീ അല്ലാതെ വേറെ ആരാണ് വിജയപ്രതീക്ഷ വയ്ക്കുക? ഭീഷ്മൻ വീണാൽ യുദ്ധം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും തീർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൗരവന്മാർ ഇല്ലാതായി കഴിഞ്ഞു, കൗരവ പട ഇല്ലാതായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആരിൽ നീ നിന്റെ ആശകളെ നിക്ഷേപിക്കും? ആരിലും ഇനി നിന്റെ ആശകൾക്ക് സാഫല്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? നീ നിന്റെ കഴിഞ്ഞകാല പ്രവൃത്തികളിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്തൊക്കെയാ ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ ദുര്യോധനൻ ചെയ്തതായ പ്രവൃത്തികൾ ഒന്നൊന്നായിട്ട് എണ്ണി ദ്രോണൻ ദുര്യോധനോട് പറയാണ്, യാൻ സ്മതാൻ ഗ്ലഹതേ താത ശകുനി കുരു സംസദി അക്ഷന്നതേക്ഷാ നിശിത ബാണാസ്തേ ശത്രുതാപനാഹ. അന്ന് ആ സഭയിൽ വച്ച്, കൗരവ സഭയിൽ വച്ച് മഹാരാജാവായ ധൃതരാഷ്ട്രന്റെ അനുമതിയോടുകൂടിയിട്ട് ചൂതുകളി നടന്നല്ലോ. അന്ന് ശകുനി അക്ഷങ്ങളെറിഞ്ഞു. അക്ഷങ്ങളെ സമ്പൂർണമായും നിയന്ത്രിക്കുവാനുള്ളതായ കുടില തന്ത്രങ്ങൾ ശകുനിക്ക് വശമാണ്. അങ്ങനെ അക്ഷങ്ങൾ അറിഞ്ഞിട്ട് സത്യസന്ധനായ യുധിഷ്ഠിരന്റെ സമ്പത്ത് ഓരോന്നോരോന്നായിട്ട് കൈക്കലാക്കി. ഓരോ തവണ കളിക്കുമ്പോഴും വിജയം ശകുനിയുടെ സാമർഥ്യം മൂലം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരുന്നു. അന്ന് അല്ലയോ ദുര്യോധന, നിന്റെ ഇളയച്ഛനായിട്ടുള്ള വിതുരൻ എന്താണ് അവിടെ വെച്ച് പറഞ്ഞത്? ഈ അക്ഷങ്ങളല്ല, ഈ ചൂതുകളിക്കുള്ളതായ ആ കവടികളുണ്ടല്ലോ, അത് ചൂതുകളിയുടെ കവടികളല്ല. പിന്നെയോ അത് നാളെ അല്ലെങ്കിൽ 10 നാൾ കഴിഞ്ഞ് ഭാവിയില് നിങ്ങളുടെ നേരെ പാഞ്ഞു വരാനുള്ള അസ്ത്രങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രകാരത്തിൽ അക്ഷങ്ങൾ അറിഞ്ഞ് കള്ളത്തരത്തിലൂടി പാണ്ഡവന്മാരെ അടിമകളാക്കുകയും അവരെ പണയപ്പെടുത്തുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് പാണ്ഡവന്മാരോടുള്ള ഘോരമായ യുദ്ധമാണ്. ഈ എറിഞ്ഞ അക്ഷങ്ങളെല്ലാം നിന്റെ മുന്നിലേക്ക്, നിന്റെ സഹായികളെ മുന്നിലേക്ക് അമ്പുകളായിട്ട് പാഞ്ഞു വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് വിതുരൻ അതെല്ലാം വിശദമായിട്ട് പറയുമ്പോ നീ വിതുരനെ വിരോധിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. നീയും ശകുനിയും കർണനും നിന്നെ സഹായിക്കുന്ന നിന്റെ പക്ഷക്കാരും എല്ലാവരും അന്ന് ആ വാക്കുകളെ പുച്ഛത്തോടുകൂടി തള്ളിക്കളഞ്ഞു. അന്ന് വിതുരൻ വീണ്ടും പറഞ്ഞു, തയേതേ ഗ്രന്ഥിനസ്താത വിശിഖ പാർത്ഥചോദിതാഹ താംസ്തദാഖ്യായമാനസ്ത്വം വിതുരേണ ന ബുദ്ധവാൻ.
അല്ലയോ ദുര്യോധന? ആ അക്ഷങ്ങളാണ് പാർത്ഥൻ അയക്കുന്ന അമ്പുകളായിട്ട് നമ്മുടെ പക്ഷത്തുള്ള ആളുകളെ എല്ലാം കൊന്നു വീഴ്ത്തുന്നത്. അന്നെറിഞ്ഞ ആ ഏറാണ്, അതിനുപയോഗിച്ച ശക്തിയാണ് ഇപ്പോഴിതാ അർജുനന്റെ ഗാണ്ഡീവത്തിൽ നിന്ന് നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, കൗരവപ്പടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. കാരണം അക്ഷങ്ങൾ പണ്ടേ എറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.